ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക്ട്രീറ്റ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി മീൻ പൊള്ളിച്ചതാണ്. നമ്മൾ സാധാരണ കരിമീനാണ് പൊള്ളിച്ചെടുക്കാറുള്ളത്, പക്ഷെ ഞാനിന്ന് തിലോപ്പിയാണ് പൊള്ളിച്ചെടുക്കുന്നത്. നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന മസാലയിൽ നിന്നും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മസാല ഉപയോഗിച്ചാണ് ഇന്ന് ഞാൻ ഈ മീൻ പൊള്ളിച്ചത് റെഡിയാക്കി എടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് മീനിലേക്കുള്ള മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കുറച്ച് പച്ച കുരുമുളകാണ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമഞ്ഞൾ, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. ഞാൻ ഇവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു അരമുറി നാരങ്ങ. ഇത്രയാണ് നമ്മുടെ മസാല തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത്. ഇനി എങ്ങനെയാണ് ഈ മസാല തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇതുപോലൊരു മിക്സി ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, പിന്നെ മഞ്ഞൾ. നിങ്ങളുടെ കയ്യിൽ ഈ പച്ചമഞ്ഞൾ ഇല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ടാലും മതി. പിന്നെ കുരുമുളക്, പച്ച കുരുമുളക് ഇല്ലെങ്കിൽ സാധാ ഉണക്ക കുരുമുളക് ഇട്ടാലും മതി. പക്ഷെ പച്ച കുരുമുളക് ഇടുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നാരങ്ങാനീരും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല പോലെ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം മസാലയൊക്കെ നന്നായിട്ട് ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല ഈ മീനിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പം തേച്ച് പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ മീൻ നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കണം. എന്നാലേ നമ്മുടെ മീനിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് മസാല പിടിച്ചു പറ്റുള്ളൂ. അപ്പം ഇതുപോലെ മീനൊന്ന് വരഞ്ഞെടുക്കുക. എല്ലാ മീനും ഇതുപോലെ വരഞ്ഞെടുക്കണം. അപ്പം നമുക്കെല്ലാം ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ ഇവിടെ എല്ലാ മീനും ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. നല്ല പച്ച കളറായിട്ടുണ്ട് നമ്മുടെ മസാലയെ. ഇനി ഇതിലെ ഓരോ മീനിലേക്കും നമുക്ക് ഈ മസാലയൊന്ന് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ വരഞ്ഞതിൻ്റെ അകത്തൂടി കൈ വെച്ച് ഇതുപോലെ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കണം. എന്നാലേ ഉള്ളിലൊക്കെ മസാല നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ. പിന്നെ ഉള്ളിലും ഇതുപോലെ കുറച്ച് മസാല തേച്ച് കൊടുക്കുക. നമുക്കെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ എല്ലാം നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിത് പൊള്ളിച്ചെടുക്കുന്നത് വാഴയിലയിലാണ്. അതിനായിട്ട് ഇതുപോലൊരു വാഴയില നന്നായിട്ട് വാട്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഴയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് പൊള്ളിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും മീനിന്. ഞാൻ നേരത്തെ മീനിൻ്റെ മസാലയിലും വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വാഴയിലയിലും കൂടി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം, എന്നാലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഫുള്ളായിട്ടും വാഴയിലയിൽ നമുക്ക് ഈ വെളിച്ചെണ്ണ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മസാല റെഡിയാക്കി വെച്ച മീനെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് വാഴയില ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. 4ആയിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. നമുക്കെല്ലാം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് അലുമിനിയം ഫോയിൽ പേപ്പറിലും കൂടി ഒന്ന് ചുറ്റിയെടുക്കാം. അലുമിനിയം ഫോയിൽ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വാഴയില വെച്ചിട്ട് പൊള്ളിച്ചെടുത്താലും മതി. പക്ഷേ അലുമിനിയം ഫോയിൽ പേപ്പറിൽ ചുരുട്ടിയെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ മീൻ നമുക്ക് പൊള്ളിച്ച് കിട്ടും, കരിയത്തൊന്നുമില്ല. ഇനി നമുക്കിതിൻ്റെ അറ്റം ഇതുപോലെ മുട്ടായി ഒക്കെ കവർ ചെയ്യുന്ന പോലെ ഇതുപോലെ ആക്കിയെടുക്കാം. എന്നിട്ട് അകത്തോട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല സെറ്റായിട്ട് തന്നെ ഇതിരുന്നോളൂ. അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാ മീനും ഒന്ന് റെഡിയാക്കി എടുക്കാം. എല്ലാം ഞാനിത് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് പൊള്ളിച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഇത് പൊള്ളിച്ചെടുക്കാൻ വേണ്ടി ഇതുപോലൊരു ഗ്രിൽ നെറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ദോശക്കല്ലോ എന്നല്ലാന്നുണ്ടെങ്കിൽ ചട്ടിയിലൊക്കെ ഇട്ട് പൊള്ളിച്ചെടുത്താൽ മതി. ഇതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഓരോ മീനും ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പം എല്ലാം ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കാം. എന്നിട്ട് ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഗ്രില്ലൊന്ന് വെച്ച് കൊടുക്കാം. നമ്മളൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക.
ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ പൊക്കി പിടിച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തീ എത്തിക്കുക. അപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് പൊള്ളിക്കിട്ടും. എല്ലാ മീൻ്റെയും അറ്റത്ത് ഇതെത്തണം. ഇതുപോലെ പൊക്കി പിടിച്ച് ഒരു 5 മിനിറ്റ് നിങ്ങൾ ഇതൊന്ന് ചെയ്യുക. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇതുപോലൊരു ചട്ടുകം വെച്ച് ഇതുപോലൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം നമുക്ക് ഇതുപോലൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റും കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻ പൊള്ളിച്ച് ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഒരെണ്ണം ഞാൻ നിങ്ങളിത് തുറന്ന് കാണിക്കുവാണ്. നല്ല മണം വരുന്നുണ്ട്. ആ മീൻ്റെ നല്ല ആ മസാലയുടെയൊക്കെ മണം നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ വാഴയിലയൊന്നും ഒരുപാടൊന്നും കരിഞ്ഞിട്ടില്ല. നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ തിലോപ്പിയ പൊള്ളിച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് നമുക്ക് മീൻ പൊള്ളിച്ച കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം നിങ്ങളുടെ ചാനൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.